ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി റെഡിയാക്കാം, ഗ്രേവിയൊക്കെ ഉള്ള. അപ്പം അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ ഫ്രൈയും ചെയ്യുന്നുണ്ട്, അതാ സൈഡിൽ കാണിക്കുന്നത്. അതെടുത്ത് കൊച്ചുമുൾക്ക് ചിക്കൻ ഫ്രൈ വേണമെന്ന് എണ്ണ ഒഴിച്ചു, 2 പച്ചമുളക് ഇട്ട് വഴറ്റി, എന്നിട്ട് 4-5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി കുരുകുരാന്നരിഞ്ഞ് ഇഞ്ചി എല്ലാം ഇട്ട് ഒരുവിധം വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നല്ലതായിട്ട് മിക്സാകുന്ന രീതിയിൽ വഴറ്റി സോഫ്റ്റ് ആകുന്നോട്ട് നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരാറാകുമ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ല എരിയായിരിക്കും, ആവശ്യത്തിന് എരി ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ആണ് ഞാൻ ചേർക്കുന്നത്. ആ എണ്ണ തെളിഞ്ഞ ഭാഗത്തേക്ക് നല്ലതായിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ട് വഴറ്റിയിടുന്നു. നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1.5 സ്പൂണോളം ഗരം മസാലപ്പൊടി, ഞാനേ പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടിയാണ്. അതിലേക്കൊരു ശകലം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് പിന്നെയും മിക്സ് ചെയ്യണം. ഈ വഴുന്നത് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവത്തിനാണ് നമ്മൾ മസാലകൾ ചേർക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ വേവിച്ച് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതായിട്ട് പുരട്ടി വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച സവാളയും മുളക് മസാല മിക്സ് എല്ലാം ചേർത്ത് നല്ലതായിട്ട് പരട്ടണം. പെട്ടെന്ന് അങ്ങ് വെള്ളം ചേർക്കരുത്, ആ മസാലയെല്ലാം അതിലേക്ക് പിടിച്ച് നല്ലതായിട്ട് അതിലേക്ക് പിടിച്ച് നല്ലതായിട്ട് ഇതാകണം. മസാലയെല്ലാം നല്ലതായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് പുരട്ടിയിടുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിക്കും അങ്ങനെയൊക്കെയാണെങ്കിൽ ഗ്രേവി ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ തണുത്ത വെള്ളമോ ആവശ്യത്തിന് ഗ്രേവി അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാർ. ഇപ്പോൾ എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.